ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ആദ്യമേ പറയാം, ഇതങ്ങനെ വലിയൊരു വ്ലോഗെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, വൈൻഡപ്പ് എടുത്തിട്ടില്ല. നമ്മൾ ചുമ്മാ സ്റ്റേഷനിൽ നിന്ന സമയത്ത് ശരി ഒരു വ്ലോഗ് എടുത്തേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ വ്ലോഗ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പാലക്കാട്ട് നിന്നും കാലിക്കറ്റിലോട്ട് പോവുകയാണ്. ഓക്കെ, കാലിക്കറ്റ് എസ് എം സ്ട്രീറ്റിനെ കുറിച്ചിട്ട് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എസ് എം സ്ട്രീറ്റിലെ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. നമുക്ക് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ 7 o'clock ഡെയിലി ഒരു ട്രെയിൻ ഉണ്ട് കേട്ടോ, കാലിക്കറ്റ് വഴി പോകുന്ന. അതിനാണ് നമ്മൾ കയറിയത്. ഫൈനലി നമ്മൾ ട്രെയിനൊക്കെ എത്തി, നമ്മൾ കയറി. സൺഡേ ആണ്, അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. എങ്ങനെയൊക്കെയോ കയറി പിടിച്ച് 2 സീറ്റൊക്കെ ഒപ്പിച്ചെടുത്തു. പിന്നെ അറിയാലോ, അതുവരെ എത്തുന്നത് വരെ ടൈം പാസിന് നമ്മൾ അടുത്തുള്ള ഈ കൊച്ചിനെയും കൊണ്ട് കുറച്ച് നേരം കളിച്ചു. പിന്നെ ഒരു സെൻട്രൽ ഗവൺമെൻറ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. ആ അങ്കിളുടെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചു. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ട്രെയിൻ കാലിക്കറ്റ് എത്തുമ്പോൾ ഒരു 9:15, 9:20 ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ട്രെയിൻ ട്രാക്ക് ചെയ്യുന്നത് വെർ ഈസ് മൈ ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കിട്ടുമല്ലോ പ്ലേ സ്റ്റോറിൽ, അതുവഴിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 9:20 ഇത് ലേറ്റാണ്, ഒരു 10-15 മിനിറ്റ്, 9:30 ആകുമ്പോഴേക്കും എത്തും. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു 9:30 ശേഷം ആട്ടോ എത്തിയത്, ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. എനിവേ അവിടുന്ന് നമ്മൾ നേരെ എസ് എം സ്ട്രീറ്റിലോട്ടാണ്. ഒരു 5 മിനിറ്റ് തികച്ചില്ല നടന്നു പോകാനായിട്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ ലെഫ്റ്റിലോട്ടോ റോഡില്ലേ, അതുവഴി നേരെ നമ്മൾ നടന്നു പോയ സ്ട്രേറ്റ് എസ് എം സ്ട്രീറ്റാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇനിയിപ്പോൾ ഞാനായിട്ട് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനേ 2ാമത്തെ പ്രാവശ്യമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എസ് എം സ്ട്രീറ്റിൽ രാവിലെ നല്ല തിരക്കാട്ടോ. ഇത്രയും നേരത്തെ നമ്മൾ പോയതേ തിരക്കൊഴിവാൻ വേണ്ടിയിട്ടാണ്. രാവിലെ തന്നെ നല്ല തിരക്കാണ്. ആദ്യത്തെ നമ്മുടെ ലക്ഷ്യം ഫുഡാണ്, ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കയറിയിട്ടുള്ളൊരു ഹോട്ടലാണ്, അതിനകത്ത് തന്നെ ഉള്ളതാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഇരുന്നത്. ഹോട്ടലിൽ കയറിയിട്ട് ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. കോഴിക്കോടല്ലേ, ഒരു ഫിഷ് കറിയൊക്കെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഓർഡർ ചെയ്തു. പത്തിരി, വെള്ളയപ്പം, കോഫി ഇതൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ കഴിച്ചു. അത്ര ഹൈപ്പുള്ളൊരു ഫുഡൊന്നുമല്ല, ഒരു നോർമൽ, ഒരു അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ഫുഡൊക്കെ, ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി. ഹോട്ടൽ ആംബിയൻസ് ഒന്നും കുഴപ്പമില്ല, അടിപൊളി ആംബിയൻസ് ആണ്. എനിക്ക് മെയിനായിട്ട് അതാണ് വേണ്ടത്, വൃത്തി, ആംബിയൻസ്. ഇതാണ് ഞാൻ ആദ്യം നോക്കൊരു ഹോട്ടലിൽ കഴിക്കാൻ പോകുന്ന സമയത്ത്. അതുണ്ടായിരുന്നു. കോഫി നല്ലതായിരുന്നു കേട്ടോ. ടോപ്പ് ഫോം എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. കയറി വരുന്ന അവിടെ തന്നെ റൈറ്റ് സൈഡിലായിട്ട്. പിന്നെ ഈ പുറത്തൊന്നും എസ് എം സ്ട്രീറ്റിനകത്ത് വന്ന് തന്നെ കഴിച്ച് അങ്ങനെ പർച്ചേസ് ചെയ്യാൻ പുറത്ത് അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ ഹോട്ടൽ. ഇനി മെയിൻ പരിപാടി പർച്ചേസിങ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പോയത് സൺഡേ മോളിലാണ്. ഈ സൺഡേ മോൾ എന്ന് പറഞ്ഞ ഷോപ്പ് ഒരുവിധം എല്ലാവർക്കും അറിയും തോന്നുന്നു, കാരണം ഇൻസ്റ്റാഗ്രാമിലൊക്കെ എല്ലാവരും വീഡിയോ ചെയ്ത് കണ്ടിട്ടുണ്ട്. സൺഡേ മോള് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് അവിടെ സാധനങ്ങൾ, ഫാൻസി ഐറ്റംസ്, അതുപോലെ വീട്ടിലേക്കുള്ള കുറേ ഐറ്റംസ്, ലേഡീസ് വെയർ, ജെൻസ് വെയർ എല്ലാം കിട്ടുന്നത്. അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം അവിടെയാണ് പോയത്. പോണ വഴിയെ നമ്മളത് കണ്ടു. അപ്പോൾ ആദ്യമേ അവിടെ കയറി. ഓക്കെ, അപ്പോൾ കയറി വരുന്ന വഴിയെ ഇങ്ങനെ തന്നെയാണ്, നിറയെ ഐറ്റംസാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് മെയിൻ സംഗതികളൊക്കെ, ആ വീഡിയോ കാണുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ പോണ വഴി ക്രിസ്മസ് ഒക്കെ ആണല്ലോ. അപ്പോൾ ക്രിസ്മസിൻ്റെ കുറേ ഡെക്കറേഷൻ ഐറ്റംസ് നല്ല റേറ്റിന് തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ജെൻസിൻ്റെ മോതിരം 20-40 രൂപ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ പേഴ്സ് വരുന്നുണ്ട് 40 രൂപ, കണ്ണട വരുന്നുണ്ട് 50 രൂപ. നല്ല നല്ല സാധനങ്ങൾ കേട്ടോ. അതുപോലെ തന്നെ ക്യാപ്പ്, ഇഷ്ടംപോലെ ക്യാപ്പിൻ്റെ ഐറ്റംസ് കണ്ടു. നല്ല ലേഡീസിന് പറ്റിയതും കിഡ്സിന് പറ്റിയതും ജെൻസിന് പറ്റിയതും എല്ലാം നല്ല നല്ല ഐറ്റംസ്. ബെൽറ്റ് 100 രൂപയ്ക്ക്. ഇതിൻ്റെ അഫോർഡബിൾ ആണ്, പക്ഷെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് യൂസ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അവർ ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റിയുടെ ഐറ്റംസ് ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അകത്ത് പോയാൽ ഇതാണ് അവസ്ഥ. അകത്ത് ഇഷ്ടം പോലെ കിഡ്സിന് കളിക്കാനുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ മൊബൈലിൻ്റെ കുറേ ആക്സറീസ് കിട്ടുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. പിന്നെ മെയിൻ ഹൈലൈറ്റ് ഇതാണ് കേട്ടോ, ഈ ഒരു ഫാൻസി സ്റ്റോറാണ്. ഇഷ്ടം പോലെ ലേഡീസിന് വേണ്ടിയിട്ടുള്ള കമ്മലുകൾ, അതുപോലെ ക്ലിപ്പുകൾ, കിഡ്സിന് വേണ്ടിയിട്ടുള്ള കുറേ ക്ലിപ്പുകൾ, ബണ്ണ്. ഈ ഒരു കമ്മൽ സെഷനിലാണ് ഇഷ്ടംപോലെ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. കാരണം 60 രൂപയുടെ കമ്മലുണ്ട്, 40 രൂപയുടെ കമ്മലുണ്ട്, 100 രൂപയുടെ കമ്മലുണ്ട്, നല്ല ജുംകാസ്, അതുപോലെ നല്ല ജീൻസിലേക്കൊക്കെ ഇടാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ്. അങ്ങനെയൊക്കെ ഏതെടുത്താലും 60, ഏതെടുത്താലും 50, ഏതെടുത്താലും 100, ഇങ്ങനെയൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നല്ല ഇഷ്ടം പോലെ നല്ല കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ഞാൻ നോക്കിയ സാധനം മാത്രം എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഓക്കെ, പക്ഷെ നമ്മൾ കണ്ടാൽ അങ്ങനെ നിന്ന് പോവും. ഇഷ്ടം പോലെ കമ്മലുകളാണ്. നമ്മൾ നോക്കി ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞ് കണ്ടുപിടിച്ചെടുത്തേക്കണം. അതാണ് ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ബ്രേസ്ലെറ്റ് ഇഷ്ടം പോലെയുണ്ട്. നല്ല നല്ല കിഡ്സിനൊക്കെ പറ്റിയ നല്ല നല്ല മാല, ക്ലിപ്പ്,
ടോപ്പ്, കീ ചെയിൻസ്, പിന്നെ എന്താ അങ്ങനെ ഒരുപാട് മേക്കപ്പിൻ്റെ ഐറ്റംസ് ഇഷ്ടം പോലെയുണ്ട്. ലിപ്സ്റ്റിക്ക്, അങ്ങനെ ഒരുപാട് ഫൗണ്ടേഷന് ഇഷ്ടം പോലെ ഐറ്റംസ്. പിന്നെ ഈ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ ചെരുപ്പിൻ്റെ സെഷനാണ് കേട്ടോ. ഏതെടുത്താലും 99, അതൊരു സെഷൻ വേറെ, 299 വേറെ, 300 വേറെ, 400 വേറെ, 500 വേറെ എന്ന് പറഞ്ഞിട്ട് ചപ്പൽസ്, ഷൂസ്, ഹീൽസ് എല്ലാം ഉണ്ട് കേട്ടോ. ലേഡീസ് വെയറും ഉണ്ട്, ജെൻസിനുള്ളത് അത് വേറെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ കളക്ഷൻസാണ്. നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രം മതി. പക്ഷേ ഈ സെലക്ട് ചെയ്യലാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടി. ഞാൻ അവിടെ പോയിട്ട് എനിക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. നമ്മളൊരു സാധനം ഫിക്സ് ചെയ്ത് പോകും, പക്ഷെ അതിനേക്കാൾ നല്ല സാധനങ്ങൾ നമ്മളവിടെ കാണും. അതൊരു കഥ. ഇടയ്ക്ക് ചൈന മാർക്കറ്റിൽ കയറണമെന്ന് വിചാരിച്ചു, പക്ഷെ സമയം കിട്ടിയില്ല. അതാണ് അവസ്ഥയുണ്ടായത്. പിന്നെ ഈ ടോപ്പ് മോളും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറേ ആയിട്ട് കാണുന്ന പേജൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ അതിൻ്റെ കളക്ഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായി. ലേഡീസിൻ്റെ ഒരു ലോകം ടോപ്പ് മോൾ ആക്ച്വലി ജെൻസിനും ബോയ്സിനും ഉണ്ട്. ഇഷ്ടം പോലെ കളക്ഷൻസ് കേട്ടോ. ചുരിദാറിൻ്റെ ഒക്കെ ഒരു കഥ, ഒരു ലോകമാണ്. പിന്നെ ഞാൻ ഫോണൊക്കെ താഴെ വെച്ചു. ഫൈനലി വെസ്റ്റേൺ കളക്ഷൻ ഒരു കൊറിയൻ സ്റ്റൈൽ പാൻറ്റൊക്കെ എടുത്തിട്ട് അവിടുത്തെ അംഗം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി നേരെ പിന്നെ മനുക്കാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലൊക്കെ കയറി. അതും ഈ പറഞ്ഞ പോലെ സൺഡേ ഓഫർ, സ്പെഷ്യൽ ഓഫറൊക്കെ ഉണ്ടായിട്ട് അവിടുന്ന് ഒരു കാർഗോ പാൻറ്റോ സംതിങ് എന്തൊക്കെയോ എടുക്കുന്നുണ്ടായിരുന്നു. അത് ഈ പ്ലാനിലുണ്ടായിരുന്നതാണ് കേട്ടോ അതൊക്കെ എടുക്കണം എന്നുള്ളത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു സാധനം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ കണ്ടതിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ഞാനൊന്നും എടുക്കാണ്ട് പോയത്. ഒരു 90% ഷോപ്പിൽ നമ്മളവിടെ കയറിയിട്ടുണ്ട്, പക്ഷെ അതെല്ലാം ഒന്നും ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല. കണ്ട എന്നുദ്ദേശിച്ച് എന്തൊക്കെയോ എടുക്കണം എന്ന് വിചാരിച്ച് ഒന്നും എടുക്കുന്നില്ല. അതിൻ്റെയൊക്കെ ഒരു കൺഫ്യൂഷനിലാണ്. എനിവേ കിട്ടുമായിരിക്കും. നെക്സ്റ്റ് ഷോപ്പ് കയറി. ഇത് അടിപൊളി ഷോപ്പായിരുന്നു. ഒരുപാട് കളക്ഷൻസ്, നല്ല ഓഫേഴ്സ് ഉണ്ട്. ഇമ്പോർട്ടഡ് കളക്ഷൻസും ഒത്തിരി വെസ്റ്റേൺ കളക്ഷൻസ് ഉണ്ട്. ഫുൾ സൈസ് ഗൗൺ ടൈപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. ഒത്തിരി. ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടോപ്പ് ഹാൾ എന്നെന്തോ ആണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര്. അടിപൊളിയായിരുന്നു. എല്ലാവർക്കും വിസിറ്റ് ചെയ്യാൻ പറ്റിയ കുറേ കളക്ഷൻസ് ഉണ്ട്. ഞാൻ 1-2 ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഒരെണ്ണം അവിടെ നിന്ന് എടുത്തു. നല്ലതായിരുന്നു കേട്ടോ. ക്ഷീണിച്ചു ഗൈസ്. ഇനി ഫുഡ് കഴിക്കേണ്ട ഒരു രക്ഷയില്ല. അപ്പോൾ ഫുഡ് ലഞ്ച് എന്ന് പറഞ്ഞപ്പോൾ റഹ്മത്ത് ഹോട്ടലാണ്. നമുക്ക് ഓൾറെഡി നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ കാലിക്കറ്റ് പോയി കഴിഞ്ഞാൽ നല്ല ഫുഡ് സ്പോട്ടും കൂടെയാണല്ലോ നമ്മുടെ ഒരു മെയിൻ ലക്ഷ്യം. അങ്ങനെ ഫൈനലി നമ്മൾ റഹ്മത്ത് ഹോട്ടലിൽ കയറി. അവിടുന്ന് SM സ്ട്രീറ്റിൽ നിന്ന് ഒരു 30 രൂപ ഓട്ടോയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇവിടെ കൊടുന്ന് എത്തിച്ചോളും. അങ്ങനെ ഒട്ടുക്കത്തെ തിരക്കായിരുന്നു ഗൈസ്. ഫസ്റ്റ് ഔട്ട്ലെറ്റിൽ കയറിയപ്പോൾ അവർ പറഞ്ഞു നേരെ ഓപ്പോസിറ്റിൽ അവിടെ പോവുക, കാരണം ഇവിടെ തിരക്കാണെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഈ കാലിക്കറ്റിലുള്ള കംപ്ലീറ്റ് ആൾക്കാരും SM സ്ട്രീറ്റിലും റഹ്മത്ത് ഹോട്ടലിലാണോ എന്ന് തോന്നിപ്പോവും. അത്രയ്ക്ക് തിരക്ക് എൻ്റെ അമ്മ. പക്ഷെ അവർ അത്രത്തോളം മുഷിപ്പിച്ചൊന്നുമില്ല കേട്ടോ. നല്ല സർവീസൊക്കെ ആയിരുന്നു. അപ്പോൾ മനുക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് പറയായിരുന്നു. ഇങ്ങനെയായി ഈ ഫുഡ് സ്പോട്ട് ഇത്രയും വൈറലായത് എന്തുകൊണ്ട് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് അപ്പുറത്തെ ടേബിൾ ഇപ്പുറത്തെ ടേബിളൊക്കെ നോക്കിയിട്ട് നമ്മളൊരു ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ ബീഫ് മസാല ബിരിയാണിയും ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്നു. അടിപൊളി മലബാർ ബിരിയാണി തന്നെയായിരുന്നു. പാലക്കാട് ബിരിയാണി അറിയാലോ, എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. മലബാർ സൈഡിലുള്ള ടേസ്റ്റ് തന്നെയാണ്. മലപ്പുറം ഔട്ട് സൈഡിലെ കളറും കാര്യങ്ങളൊക്കെയാണ്. ടേസ്റ്റ് ഇത്തിരി കൂടി വ്യത്യാസമുണ്ട്. നല്ലതായിരുന്നു ഇത്. അതും നല്ലതാണ്, ഇതും നല്ലതാണ്. എല്ലാ ബിരിയാണിയും ഓരോരോ ടേസ്റ്റ്. എൻ്റെ അമ്മേ, എന്തായാലും ബിരിയാണി ഒരു രക്ഷയില്ലാത്ത സംഗതിയാണ്. അടുത്ത നമ്മുടെ ഫുഡ് സ്പോട്ട് എന്ന് പറയുന്നത് ഭാസ്കരേട്ടൻ്റെ സർബത്ത് കടയാണ്. മനുക്കാക്കായിരുന്നു മെയിൻലി അവിടെ പോകണമെന്നുണ്ടായിരുന്നു. അവരുടെ മിൽക്ക് സർബത്ത് ട്രൈ ചെയ്യണം എന്നുള്ളത് ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര വൈറലായിരുന്നല്ലോ. അപ്പോൾ നേരെ അങ്ങോട്ട് വിട്ടു. അപ്പോൾ അവിടെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ എന്നുള്ളത് ഒരു ചേട്ടൻ പറഞ്ഞു. കാരണം ഞങ്ങൾക്കൊരു ATM പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ATM വരെ നടന്നു. ATMൻ്റെ അവിടെ നിന്ന് നേരെ മിൽക്ക് സർബത്ത് കടയിലോട്ട് അടുത്തേ ഉള്ളൂ പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് നടന്നു. നാട്ടുകാർക്കൊക്കെ ഒരേ സ്നേഹം, വെറുതെ ഓട്ടോ ക്യാഷ് കളയണ്ടല്ലോ, നടന്നോളൂ. ഏതായാലും ബിരിയാണി കഴിച്ചല്ലേ, നമ്മൾ ഒരേ നടന്നിട്ട് ഫൈനലി നമ്മൾ അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ചു, ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചു. ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത ഭാസ്കരേട്ടൻ്റെ സ്ഥലമെത്തി. അങ്ങനെ നമ്മളവിടെ എത്തി. അവിടെ റേറ്റും കാര്യങ്ങളും നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അവർ അടിപൊളിയായിട്ട് മേക്ക് ചെയ്തുണ്ടാക്കി തരുന്നുണ്ട്. ഒക്കെ സെറ്റാക്കി നമ്മളെടുത്ത് കുടിച്ചു. ഒരെണ്ണം പറഞ്ഞോളൂ കേട്ടോ, കാരണം ടേസ്റ്റ് അറിയാണ്. നമ്മൾ വെറുതെ വാരി വലിച്ച് കുടിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ ഒരെണ്ണം പറഞ്ഞു. രണ്ടുപേരും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം മേടിച്ചു. പക്ഷെ എനിക്കതങ്ങോട്ട് ദഹിച്ചില്ല ഗൈസ്. എന്തോ ഒരു മധുരല്ലേ, പാലും ഈ സർബത്തും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു സാധനം, നന്നായി. അത് എനിക്കെന്തോ ബിരിയാണിയുടെ പുറത്ത് കഴിച്ചുകൊണ്ടാണോ അറിയില്ല, എനിക്ക് അത്ര ഇതങ്ങോട്ട് ദഹിച്ചില്ല. എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സ്ഥിരം ലൈം സോഡ ഞാൻ പറഞ്ഞു. അത് കഴിച്ചപ്പോഴാണ് എനിക്കൊന്ന് ശ്വാസം വീണത്. ആ ഒരു വെയിലും ആ ഒരു ചൂടും ആ ഒരു ബിരിയാണിയുടെ പുറത്തും കൂടെ കഴിച്ചപ്പോൾ അടിപൊളി അന്തസ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു. നേരെ നമ്മൾ
SM സ്ട്രീറ്റിലോട്ട് തിരിച്ചു പോവാണ്. ബാക്കി പർച്ചേസിങ് ഇനിയും ഉണ്ട്. വരെ 90% നമ്മൾ കട കയറി ഇറങ്ങിയിട്ട് ആകെ 2 സാധനം മേടിച്ചിട്ടുള്ളൂ. കാരണം മൊത്തം കണ്ട് കിളി പോയിട്ട് നിൽക്കുകയാണ്. ഇനി ഫോൺ എടുത്ത് വെക്കുക, ഫുൾ പർച്ചേസ് ചെയ്യുക, അവിടെ നിന്ന് ഇറങ്ങുക. നേരെ 5 മണിക്കൂർ ട്രെയിൻ ഉണ്ട്, അത് പിടിച്ച് തിരിച്ച് പാലക്കാട് 8 മണി 9 മണിയാകുമ്പോഴത്തേന് എത്തുക. ഇതാണ് കറണ്ട് പ്ലാനിങ്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഗൈസ് കണ്ണ് തള്ളിപ്പോയത്. രാവിലെ എത്തിയേക്കാളും മുടിഞ്ഞ തിരക്കിനി ഇതിൻ്റെ ഇടയിൽ നിന്ന് സാധനങ്ങൾ തപ്പിപ്പിടിച്ചെടുക്കണം. അതാണ് ടാസ്ക്. എനിവേ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് മോൾ, ടോപ്പ് ഹാൾ, അതുപോലെ തന്നെ ചൈന മാർക്കറ്റ്, സൺഡേ മോൾ, ഇതിലൊക്കെ കയറി നിറങ്ങി സാധനങ്ങളൊക്കെ മേടിച്ചോളൂ. അഫോർഡബിളാണ്, അടിപൊളിയാണ്. ഞാനും പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ പോട്ടെ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. ടാറ്റാ ബൈ ബൈ, സീ യു.